ഇന്ന് ആലിയയുടെ ഒരു ഓർഡർ കൊണ്ട് കൊടുക്കാൻ പോകുന്നതാണ്. ഒരു ബൊക്കെ ആയിരുന്നു ഇന്നത്തെ അവളുടെ ഓർഡർ. 7 മണിക്ക് കൊണ്ട് എത്തിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിപ്പോയി. നേരത്തെ ഇറങ്ങിയതിന് കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ബൊക്കയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമായിരുന്നു. പക്ഷെ നേരത്തെ ഇറങ്ങിയപ്പോഴത്തേക്ക് ക്ലൈമറ്റ് അത്ര നല്ലതല്ലായിരുന്നു. ഒരു 5 മണി ആയപ്പോ തന്നെ ഭയങ്കര ഇരട്ടിയിരിക്കുമായിരുന്നു. ഈ ഒരു ബൊക്കെ വെക്കാനുള്ള ഒരു ബോക്സ് കയ്യിലില്ലാഞ്ഞുകൊണ്ട് അടുത്ത കടയിൽ പോയി ഞങ്ങൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് വാങ്ങിച്ചു. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് ഞങ്ങൾ പതുക്കിയാ പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു 8ന്റെ മണി കിട്ടിപ്പോയി. ആ കുട്ടിയുടെ വീടിന്റെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് നോക്കിയായിരുന്നു പോയത്. പക്ഷെ ഞങ്ങൾ എവിടെ എത്തിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഏതോ ഒരു കാട്ടിലൊക്കെ പോയി അവസാനം നിന്നു. പിന്നെ ആ കുട്ടിയുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചപ്പോ പറഞ്ഞു അവിടെ അല്ലെന്ന് പറഞ്ഞു. വേറെ ലൊക്കേഷൻ അയച്ചു തന്നു. ഞങ്ങൾ അവിടെയും പോയി. അവിടെ പോയപ്പോൾ ഏതോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ പോയി അങ്ങ് നിന്നു. ഗൂഗിൾ പറയുന്ന ആ വീടിന്റെ ഫ്രണ്ടിലോട്ട് പോകാനാ. പക്ഷെ ആ വീടിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ പിന്നെ വഴിയില്ല. ഗേറ്റ് അടച്ചിട്ട് വെച്ചേക്കുവാണ്. ചതിച്ചു ഗൂഗിൾ മാപ്പ്. ഒരു വീടിന്റെ എൻഡിലും ഉണ്ടെന്ന് നിർത്തി. പണി കിട്ടിയിട്ടിരിക്കും. ഇപ്പൊ എന്റെ വീട് കിട്ടുന്നില്ല. ഇതുകൊണ്ട് കൊടുത്തിട്ട് വേണം ഇതൊന്നും. ഇനി 5 മിനിറ്റോ? ആ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വീട് മതിലിടിച്ച് കയറി പോകാൻ പറ്റുമോ? 2 മിനിറ്റ്. ഫാമിലി ഹെറിറ്റേജ് ബോണ്ടൊക്കെ കാണിക്കുന്നത് എന്ത് പാടാണ്. ആ വീടിന്റെ ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചേക്കാണ്. അത് തീർന്ന വഴി. എന്നിട്ട് പിന്നെ കാണിച്ചോണ്ടിരിക്കുക. അയ്യോ ഇന്നും എല്ലാം കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ? ഫൈനലി ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുട്ടിയുടെ വീട് കണ്ടുപിടിച്ചു. ഞങ്ങൾ വന്നപ്പോഴേ ബർത്ത്ഡേകൾ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ കൊണ്ട് കൊടുത്തു ഗൈസ്. എങ്ങനോ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുത്തു. കൊറേ വളഞ്ഞ് തിരിഞ്ഞ് എത്ര വഴി കയറിയെന്നാണ് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഗൂഗിൾ ചേച്ചി പറയും റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ്. ഞങ്ങൾ എന്നിട്ട് ഏതോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി, വഴിയില്ലാത്തൊരു വീടിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ആ കസ്റ്റമറിനെ വിളിച്ചു. അതിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തു. യെസ്, സോ ഹാപ്പി. ഷീസ് സോ ഹാപ്പി. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതെ, പക്ഷെ വിഷമമുണ്ട്. കുറെ കിടന്ന് കറങ്ങി. ഓക്കെ ബൈ.